സദസ്സിന് മുന്നിൽ നമ്മുടെ മൺമറഞ്ഞു പോയ ഈ നാട്ടിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് രണ്ട് വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഈ പയ്യോളി പ്രദേശത്തെ അയനിക്കാട് ഏരിയയിലുള്ള അല്ലെങ്കിൽ അയനിക്കാട് എന്ന് പറയുന്ന ആ പ്രദേശം കേരള മുസ്ലിങ്ങൾക്ക് പരിചിതമാവാൻ കാരണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻ വൈസ് പ്രസിഡന്റും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായ അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരാണ്. അദ്ദേഹത്തിന്റെ പിതാവ് തിക്കോടി കാളിയാറകത്ത് കലന്തംകൊട്ടി മുസ്ലിയാർ എന്ന മഹാനാണ്. അദ്ദേഹം ഈ നാട്ടിലെ കാളിയും മുത്തവലിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യപിതാവ് ബീരാൻ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനാണ്. ഇവിടെ ഞങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ മകളെ ഭർത്താവായി വന്ന തിക്കോടി കാദിയാറകത്ത് കലന്തംകുട്ടി മുസ്ലിയാരും അദ്ദേഹത്തിന്റെ മക്കളായ ഇവിടുത്തെ ആദ്യത്തെ കാദിമാരിൽ ഒരാളായ മുഹമ്മദ് മുസ്ലിയാർ തിക്കോടി, പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ പുത്തമ്പുരയിൽ അബ്ദു മുസ്ലിയാർ അട്ടച്ചാലിൽ, പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ പുത്തമ്പുരയിൽ അബ്ദുറഹിമാൻ മുസ്ലിയാർ മുൻ MLA PV മുഹമ്മദിന്റെ ഉപ്പയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരൻ പുത്തൻപുരയിൽ മൊയ്തീൻ മുസ്ലിയാർ എന്ന മൊയ്തീൻ ആജി കാട്ടടി, പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരനായ പുത്തൻപുരയിൽ ഇബ്രാഹിം മുസ്ലിയാർ, അതാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം മുസ്ലിയാർ. അദ്ദേഹത്തിന് ശേഷം ഒരു സഹോദരനുണ്ട് ബാവ മുസ്ലിയാർ, അദ്ദേഹം നേരത്തെ മരണപ്പെട്ടു. അതിനുശേഷമാണ് അയനിക്കാട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരുപക്ഷെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാളിയായി നിന്നതും മുദരിസായതും അതുപോലെ തന്നെ അയനിക്കാട് പള്ളിയുടെ ഖതീബും ഇമാമും ഒക്കെ ഒരുപാട് കാലം ഈ നാട്ടിനെ സേവിച്ചത്. അദ്ദേഹത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാരുടെ മൂത്ത മകൻ അബൂബക്കർ കുട്ടി മുസ്ലിയാർ, അദ്ദേഹം സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗമായിരുന്നു. ഈ നാട്ടിലെ 20 വർഷത്തിൽ കൂടുതൽ ഈ നാട്ടിലെ കാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരനായ തൈവളപ്പിൽ എം മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം പള്ളിക്കരയുടെ കാളിയായിരുന്നു. നമ്മുടെ അടുത്ത പ്രദേശമായ തിക്കോടി മീത്തലപ്പള്ളിയിലെ കാളിയായിരുന്നു. അദ്ദേഹം ഇവിടെ എല്ലാ തരത്തിലും, അതുമാത്രമല്ല അദ്ദേഹത്തിനൊരു പ്രത്യേകത, ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് കിട്ടിയ ഒരു മഹാനായ ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകനും എന്റെ പിതാവുമായ KP മുഹമ്മദ് മുസ്ലിയാർ തലശ്ശേരി കാളിയായിരുന്നു. എടക്കാട് അതുപോലെ തന്നെ ഈ അയനിക്കാടിന്റെയും പയ്യോളി പ്രദേശങ്ങളുടെയും കാളിയായിരുന്നു. അതോടുകൂടി തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ നാട്ടില് സയ്യിദന്മാരുടെ അനുഗ്രഹങ്ങളും നമുക്കുണ്ടായിരുന്നു. അയനിക്കാട് പോസ്റ്റ് ഓഫീസിന്റെ കുറ്റിയിൽപ്പടിയ പോസ്റ്റ് ഓഫീസ് ഭാഗത്തുള്ള സയ്യിദ് കുടുംബം, ആ കുടുംബം അവിടെ ഇപ്പോൾ മക്ബറിയും സറാമ്പിയും മാത്രമേ ഉള്ളൂ, ഒരു വീടും. അവിടെയുള്ള കുടുംബാംഗങ്ങളെല്ലാം പലരും ഈ നാട് വിട്ട് വേറെ പ്രദേശത്തേക്ക് താമസം തുടങ്ങി. അവരെയും ഞാൻ ഈ സമയത്ത് സ്മരിക്കുകയാണ്. കോയന്റെ അവിടെ സിയാറത്തുങ്കൽ കുഞ്ഞി സീതി തങ്ങള്, കോയന്റെ അവിടെ സിയാറത്തുങ്കൽ സയ്യിദ് അബ്ദുള്ള കോയ തങ്ങള്, ജാഫർ സാദിഖ്, ചെറിയ കോയ ജിഫ്രി തങ്ങള് തുടങ്ങിയ പ്രമുഖരാണ്. ഈ അടുത്ത കാലത്ത് അതിൽ അംഗമായിട്ടുള്ള ഒരു മഹാനായ പേരെന്നോട് മറന്നു, ജിഫ്രി തങ്ങൾ ഇപ്പൊ അടുത്ത കാലത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു തച്ചകുന്നുമേലുള്ള ആണിയത്തൂർ മുഹമ്മദ് മുസ്ലിയാർ, അങ്ങനെ പ്രമുഖരായ പല പണ്ഡിതന്മാരും നമ്മുടെ ഈ നാട്ടിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ നമ്മുടെ നാട് മുൻപേ ഐക്യത്തോടു കൂടി കഴിഞ്ഞൊരു നാട്ടിൽ ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് ഈ മുനിസിപ്പാലിറ്റിയിൽ
നമ്മളെല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരെല്ലാവരും ഒന്നിച്ചിട്ടാണുള്ളത്. അവരുടെ കാലത്തും അങ്ങനെയായിരുന്നു. ഈ ചെറിയ കാലത്ത് മാത്രം ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ ആ മുന്നേറ്റ പാരമ്പര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരണം. ഇൻഷാ അല്ലാഹ് അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.